പലതവണ CPMന്റെ നടപടിക്ക് വിധേയനായ PK ശശി ഇപ്പോൾ പാർട്ടി വിടാനൊരുങ്ങുന്നു എന്ന വാർത്തയാണ് വരുന്നത്. ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയതിനു ശേഷം പാർട്ടിയിൽ അത്രയ്ക്ക് സജീവമൊന്നുമല്ലായിരുന്നു. നിരവധി ആരോപണങ്ങൾ, സ്ത്രീപീഡന ആരോപണമൊക്കെ PK ശശിക്കെതിരെ ഉയർന്നു വന്നിരുന്നു. ഇപ്പോൾ കോൺഗ്രസിന്റെ വേദിയിലാണ് കഴിഞ്ഞ ദിവസം പ്രത്യക്ഷപ്പെട്ടത്. അതിന് പിന്നാലെ ചില മുൻ SFI, DYFI നേതാക്കളൊക്കെ വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കുകയും DYFI നേതാക്കളൊക്കെ വലിയ രീതിയിൽ വൈറലായ ചില പ്രസംഗങ്ങളൊക്കെ നടത്തുകയൊക്കെ ചെയ്തു. ശരിക്കും PK ശശി CPM വിടുകയാണെങ്കിൽ എന്തായിരിക്കും പ്രധാനപ്പെട്ട കാരണം? അല്ല, PK ശശി എന്ന് പറയുന്ന ഫ്യൂഡൽ ആറാം തമ്പുരാനെ, അങ്ങനെയാണല്ലോ ആർഷോ പറഞ്ഞത്, ആറാം തമ്പുരാനെ യഥാർത്ഥത്തിൽ വളർത്തി ആറാം തമ്പുരാനാക്കി മാറ്റിയത് CPM ആണ്. അതായത് ഫ്യൂഡൽ ഒരു മാടമ്പി തന്നെയാണ് PK ശശി എന്ന് പറയുന്ന കഥാപാത്രം. അതേപോലുള്ള ആളുകൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മെമ്പർഷിപ്പ് കൊടുത്ത് അവരെ ഏരിയ കമ്മിറ്റിയിലാക്കി, ജില്ലാ കമ്മിറ്റിയിലാക്കി, തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ സംഘടിതമായിട്ടുള്ള മൂവ്മെൻറ്റിൻ്റെ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവന്ന് അംഗീകാരം നേടിക്കൊടുത്തു എന്ന് പറയുന്നത് CPM ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ്. കാരണം ഇത്തരം ആളുകളെയൊക്കെ സഹകരിപ്പിക്കുക എന്നല്ലാതെ പാർട്ടിയുടെ ലീഡർഷിപ്പിലേക്ക് യഥാർത്ഥത്തിൽ കൊണ്ടുവരാൻ പാടില്ല എന്നതിൻ്റെ ഒരു പാഠം കൂടിയാണ് അൻവറും PK ശശിയും പോലുള്ള ആളുകൾ CPMന് നൽകുന്നത്. പക്ഷെ ഇപ്പോഴും ആ പാഠമൊക്കെ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നേരത്തെ ഈ DIC രൂപീകരിച്ച കാലത്ത് DICയുമായിട്ട് ഐക്യമുണ്ടാക്കുക, അതുപോലെ തന്നെ PDPയുമായി ഐക്യമുണ്ടാക്കുക, ചില ഘട്ടത്തിലൊക്കെ ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ഐക്യമുണ്ടാക്കുക, ഇപ്പോൾ ചില ഘട്ടങ്ങളിലൊക്കെ നായർ സർവീസ് സൊസൈറ്റിയുമായിട്ട് ഐക്യമുണ്ടാക്കുക. അപ്പോൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ, പാർലമെൻ്ററി രാഷ്ട്രീയത്തിൻ്റെ അടവുകൾ പലതും പയറ്റുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വക കാര്യങ്ങളൊക്കെ ഇവർ പയറ്റുന്നത്. പക്ഷെ ഒരു തൊഴിലാളി വർഗ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ 1957 മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറേ ഗുണങ്ങളുണ്ടായിരുന്നു. ആ ഗുണങ്ങളെല്ലാം മാറ്റിവെച്ച് പാർലമെൻ്ററി പ്രവർത്തനത്തിൽ എങ്ങനെയെങ്കിലും ജയിക്കുക എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരികയും, അതായത് കർഷക തൊഴിലാളികളെയും സംഘടിപ്പിച്ച് കൊണ്ടുവരികയും അവർക്ക് മെമ്പർഷിപ്പ് കൊടുക്കണമെങ്കിൽ CPMൽ ഒരു 4-5 വർഷമെങ്കിലും പിടിക്കും അവർക്കൊരു മെമ്പർഷിപ്പ് കിട്ടാൻ. പക്ഷെ ഇങ്ങനെ ഒരു ഉയർന്ന സമുദായത്തിൽ ഞങ്ങൾ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ വർഗപരമായി അവർ താഴെ നിൽക്കുന്നു എന്നാണ് പറയാം. അതായത് നമ്മളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വർഗപരമായി മുകളിൽ നിൽക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർഷകരും കർഷക തൊഴിലാളികളും തൊഴിലാളികൾ ഫസ്റ്റ്, പിന്നെ കർഷകരായിട്ടുള്ള കർഷക തൊഴിലാളികൾ, പിന്നെ കർഷകർ. അങ്ങനെയാണ് നമ്മളുടെ ഐക്യം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്യൂഡൽ മാടമ്പികളെ കൊണ്ടുവന്നിട്ട് അപ്പോൾ സ്വാഭാവികമായും ഒരു ഇടത്തര കുടുംബത്തിലുള്ള കുറേ ആളുകളുമാക്കിയായിട്ട് കണക്ഷൻ വരുന്ന പാർട്ടിക്ക് ആ നിലയിൽ പാർലമെൻ്ററി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട വലിയ ഡെവലപ്മെൻറ്റും ഒക്കെ ഉണ്ടാവാം. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ അടിസ്ഥാന സ്വഭാവത്തിൽ യാതൊരു തരത്തിലുള്ള മാറ്റവും വരുത്താനായിട്ടുള്ള ഒരു പ്രക്രിയ പാർട്ടിക്കുള്ളിലില്ല. ഇവരെ ജില്ലാ കമ്മിറ്റി വരെ ആക്കുമ്പോൾ ഇവർ രാജാക്കന്മാരായി പിന്നെ മാറുകയാണ്. കാരണം സംഘടിതമായ കുറേ തൊഴിലാളികൾ, പണം, പിന്നെ ഗുണ്ടകളായിട്ടുള്ള കുറേ ആളുകൾ ഇവരെ വെച്ചിട്ട് ഈ പാവപ്പെട്ട മുഴുവൻ മനുഷ്യരെയും അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുകയാണ്. അൻവറും അതുതന്നെ ചെയ്തത്. അൻവറിന് 19,000 വോട്ട് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് CPMന്റെ വോട്ടാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അൻവർ ഒരു പോസ്റ്റർ ഒട്ടിക്കണമെങ്കിൽ അൻവർക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ കാശ് എടുത്തു കൊടുക്കുകയാണ്. ലോക്കൽ കമ്മിറ്റികളുടെ എവിടെ നിന്നാണ് കാശ്? ലോക്കൽ കമ്മിറ്റിയിലെ മെമ്പർമാരായിട്ടുള്ള ആളുകൾ, ബ്രാഞ്ച് കമ്മിറ്റിയിലെ മെമ്പർമാരായിട്ടുള്ള ആളുകൾ കൂലിപ്പണിക്കാരായിട്ടുള്ള ആളുകളാണ്. ഈ കൂലിപ്പണിക്കാരായിട്ടുള്ള ആളുകൾ അവരെ കൂലിപ്പണി കഴിഞ്ഞിട്ട് ഉള്ള സമയമാണ് പോകുന്നത്. അല്ലെങ്കിൽ പണി അവർക്ക് നഷ്ടപ്പെട്ട് അവരുടെ കയ്യിൽ നിന്ന് ഒരു 10 രൂപ എടുത്തിട്ട് പാർട്ടി പ്രവർത്തനം നടത്താനുള്ള കെൽപ്പുള്ള കഴിവുള്ള ആളുകളല്ല അവർ. അപ്പോൾ സ്വാഭാവികമായും ഇതുപോലുള്ള മാടമ്പികളുടെ ചെന്ന് കാശ് മേടിക്കും. കാശ് മേടിച്ച് പ്രവർത്തനം നടത്തുമ്പോൾ ഇവർക്ക് അടിമയായി പോവുകയാണ്. ഇത്തരം ആളുകൾക്ക് അടിമയായി പോവുകയാണ്. അത് തന്നെയാണ് PK ശശിയുടെ കാര്യം. PK ശശിക്കെതിരായിട്ട് വന്നിട്ടുള്ള ആരോപണത്തിൽ PK ശശി ഒരു DYFIയുടെ നേതാവായിട്ടുള്ള ഒരു പെൺകുട്ടിയെ അപമാനിക്കാൻ ശ്രമിച്ചു എന്നുള്ള കേസാണ്. ആ കേസിൽ ആ പെൺകുട്ടീനെ വാൺ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോഴും PK ശശിനെ രക്ഷിക്കാനായിട്ടാണ് അതിൻ്റെ കമ്മീഷനായിട്ടുള്ള ശ്രീമതി ടീച്ചർ അടക്കമുള്ള ആളുകൾ ശ്രമിച്ചത്. ശ്രീമതി ടീച്ചറെ പോലുള്ള ആൾ ചെയ്യാൻ പാടില്ല. കാരണം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ ലീഡർഷിപ്പിൽ നിൽക്കുന്ന ആളുകൾ ആ പെൺകുട്ടിയുടെ പക്ഷത്ത് നിൽക്കുന്നതിന് പകരം എന്ത് ചെയ്തു? ആ കുട്ടീനെ ഇനി മേലാൽ പാർട്ടിക്ക് അപകീർത്തിപരമാകുന്ന കാര്യങ്ങൾ മിണ്ടരുത് എന്ന നിലയിലേക്കല്ലേ സംസാരിച്ചത്. അതിനുശേഷം PK ശശിനെ പിന്നെയും വളർത്തിക്കൊണ്ടേയിരുന്നു.
ഒരു തരത്തിലും സഹിക്കാൻ പറ്റാത്ത നിലയിൽ PK ശശി കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയപ്പോഴാണ് PK ശശിനെ ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കിയ ആൾ. ആ ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് തരംതാഴ്ത്തൽ ചെയ്തത്. ഇപ്പോൾ അൻവർ എന്താ ചെയ്തത്? അൻവറും അത് തന്നെയാണല്ലോ ചെയ്തത്. അൻവർ എല്ലാ നിയമവിരുദ്ധ ഈ കോൺഗ്രസ്സുകാരായിട്ടുള്ള ആളുകൾക്കെതിരായിട്ട് ഒരുപാട് ആരോപണങ്ങൾ ഇപ്പോൾ വരുന്നില്ല. ഇപ്പോൾ ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ട് രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് ഇത് ഒരു അൻവറിന് ആ കോൺഗ്രസ്സിലായിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള ഭൂമി കയ്യേറ്റങ്ങളും സർക്കാരിൻ്റെ ഭൂമി കൈവശം വയ്ക്കാനും അനധികൃതമായി വാട്ടർ തീം പാർക്ക് ഉണ്ടാക്കാനും കോടതി പോലും ഇടപെട്ടിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ പൊളിച്ചു കളയാതെ സംരക്ഷിക്കാനും വേറെ ഏതെങ്കിലും ഒരു പാർട്ടിയിലാണെങ്കിൽ കേരളത്തിൽ കഴിയില്ല. പക്ഷെ CPM ഇത്തരം മാടമ്പികളെ സംരക്ഷിക്കുന്നു എന്നുള്ള തെറ്റി CPM തിരുത്തിയാൽ മാത്രമേ CPMന് ഇതിൽ നിന്ന് പരിഹാരം കണ്ടെത്താനായിട്ട് കഴിയുള്ളൂ. ഇത്തരം ആളുകളിൽ നിന്ന് ഇവരെ ആശ്രയിച്ച് ആ പ്രദേശത്തെ പാർട്ടി പോകുമ്പോൾ സ്വാഭാവികമായും അവിടെ മാടമ്പികളായി മാറാം. പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു മാടമ്പികളായി ഈ പറഞ്ഞ ആളുകൾ മാറുകയാണ്. അപ്പോൾ പാർട്ടിയിലുള്ള പാവപ്പെട്ട മനുഷ്യരെ, സംഘടിതരായിട്ടുള്ള മനുഷ്യരെ ഒരു ഗതി പരഗതി ഇല്ലാതെ ആയിരിക്കുകയും പക്ഷെ പാർട്ടിനോട് വലിയ കൂറു പുലർത്തുകയും ജീവനും ജീവിതവും കൊടുക്കാൻ തയ്യാറായി പ്രവർത്തിക്കുന്ന മനുഷ്യർക്ക് ഇത് പ്രവർത്തിക്കണമെങ്കിൽ സാമ്പത്തികം വേണം. ഈ സാമ്പത്തികമാണ് ഇവർ സപ്ലൈ ചെയ്യണത്. അപ്പോൾ അവർ മാടമ്പികളും ബാക്കി മുഴുവൻ ആളുകളും അടിമകളുമായി മാറുന്ന ഒരു സാഹചര്യമാണ് അത്തരം ആളുകളുടെ പ്രവർത്തന മേഖലയിൽ കാണുന്നത്. അപ്പം ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയിൽ ചെയ്യാൻ പാടില്ലാത്ത ഈ കാര്യങ്ങൾ CPM ചെയ്തതുകൊണ്ടാണ് ഇത്തരം ആളുകൾ വളർന്നത്. കോൺഗ്രസ്സിലാണെങ്കിൽ ഇവർ വളരില്ല. ഇങ്ങനെ കോൺഗ്രസ്സിലെല്ലാവരും പണക്കാരായിട്ടുള്ള ആളുകൾ, ഫ്യൂഡൽ കൺസെപ്റ്റുള്ള ആളുകൾ, പക്ഷെ അതിലൊരു ജനാധിപത്യമുണ്ട്. മനസ്സിലായ? പാർട്ടി അവർക്ക് ഒരാൾക്ക് മാത്രമായിട്ട് മാടമ്പിയായി മാറാൻ കഴിയാത്ത ഒരു സാഹചര്യം കോൺഗ്രസ്സിൽ എല്ലാവരും ഇത്തരത്തിലുള്ള ആളുകളായതുകൊണ്ട്. അപ്പം ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതായത് CPMനകത്ത് മാറിക്കൊണ്ടിരിക്കുന്ന പാർട്ടി സ്വഭാവത്തിലാണ് പ്രശ്നം എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന കാര്യം. പക്ഷേ കോൺഗ്രസിനകത്ത് ഇത്തരം പ്രവണതകളുണ്ട്. പക്ഷേ അതിനെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. CPMനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി സംവിധാനത്തിനകത്ത് നിൽക്കുമ്പോൾ അത് പാർട്ടിയുടെ മുഖമായിട്ട് ഒരാൾ മാറും. അതാണ് സാധാരണ കമ്മ്യൂണിസ്റ്റുകൾക്കിടയിലുള്ള രീതി. അതാണ്. അങ്ങനെ വരുമ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇവിടെ ഈ പറയുന്ന ആൾക്കാർ ഇങ്ങനെ പാർട്ടിയിലേക്ക് വരുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ? അതെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പാർട്ടി മെമ്പർഷിപ്പിൽ ഒരു കർഷക തൊഴിലാളിക്കോ ഒരു തൊഴിലാളിക്കോ ഒരു പാർട്ടിയിൽ ഇപ്പോൾ CPMൽ മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ വർഷങ്ങൾ എടുക്കണം. അവരേതെങ്കിലും ഒരു ബഹുജന സംഘടനയിൽ പ്രവർത്തിക്കണം, അവരുടെ കൂറ് തെളിയിക്കണം, അവർ കൃത്യമായി പ്രവർത്തിക്കണം എന്ന് പറയും, മുഴുവൻ സമയം പ്രവർത്തിക്കണം, പാർട്ടിയുടെ എല്ലാ ജോലികളും അവർ ചെയ്യണം. ഇങ്ങനെ ചെയ്യുന്നവർക്കാണ് മെമ്പർഷിപ്പ് കൊടുക്കുന്നത്. അതും 2, 3, 4 വർഷം കഴിഞ്ഞിട്ടാണ് അവർക്കൊരു മെമ്പർഷിപ്പ്. ഇവർക്കൊക്കെ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഇപ്പം നമ്മൾ പറയില്ലേ ഈ അടുക്കളപ്പണി ചെയ്യിക്കണം എന്ന് പറയില്ലേ, നമ്മൾ വർഗപരമാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ വർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതലാളിമാരല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ വർഗം എന്ന് പറഞ്ഞാൽ തൊഴിലാളി വർഗമാണ്. ആ വർഗപരമായിട്ടുള്ള നിലപാടിൽ നിന്നും വ്യതിചലിച്ച് ഇത്തരം ആളുകളെ ഉൾക്കൊണ്ട് അവർക്ക് കൂടുതൽ സ്ഥാനമാനങ്ങൾ കൊടുക്കുകയും അവരുടെ കീഴിലേക്ക് പാർട്ടിനെ കൊണ്ടുവരികയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം ആളുകൾ വലുതായത്. തീർച്ചയായിട്ടും ശശിക്ക് കോൺഗ്രസിൽ പോവുകയല്ലാതെ വേറെ വഴിയുമില്ല. കോൺഗ്രസിലേക്ക് പോകും. ഇനി ശശി വേണമെങ്കിൽ BJPയിലേക്കും പോകും. ഇവർക്കൊന്നും സ്വന്തം എക്സിസ്റ്റൻസ് അല്ലാതെ വേറെ എന്തിനെങ്കിലും കുറിച്ച് അവർക്ക് തൊഴിലാളികളോടുള്ള സ്നേഹം കൊണ്ടൊന്നും വന്നതല്ലല്ല. കേരളത്തിൽ CPM ശക്തമാണ്, CPMൻ്റെ കൂടെ നിന്ന് ആരും തന്നെ തൊടില്ല എന്നുള്ള ഒരു ധാരണയിലാണ് ഇവരൊക്കെ CPM ചേരുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.